But if I lay down and I play dead and I stay dead, maybe you'll get. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തേശ്ശേരി ഇടവകയിലാണ്. അപ്പോൾ ഇന്നിവിടെ അമ്പതിരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെയും പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇടവകയിലേക്ക് ക്ഷണിച്ചത് ആനുവലാണ് കേട്ടോ. അപ്പോൾ ആനുവലിനെ നമ്മൾ പേരാമ്പ്ര വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആനുവലിൻ്റെ പേപ്പൻ്റെ വീടാണിത് അല്ലേ. വീട്ടു പേര് ചെങ്ങിനിയാണ് ജോജി ചേട്ടൻ്റെ വീടാണിത്. അപ്പോൾ ഇവർ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു പിണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ 5 യൂണിറ്റുകളാണുള്ളത്. 6 യൂണിറ്റുകളാണ് ഈ ഒരു ഇടവകയിലുള്ളത്. ചെറിയൊരു ഇടവകയാണ് എങ്കിൽ തന്നെയും 16ഓളം പിണ്ടി ഡെക്കറേഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ പള്ളിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഒരു കിടിലൻ പിണ്ടി ഡെക്കറേഷൻ തന്നെയാണ് പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് അത്തരം ഒരു പിണ്ടി കാണാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പിണ്ടി ഡെക്കറേഷൻസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ചലിക്കുന്ന ഒരു പിണ്ടി ഡെക്കറേഷൻസ് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അത് കാണാം. അതുകൂടാതെ ഇന്ന് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മറ്റ് പിണ്ടികളും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാസയുടെ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ആണ് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ്, നല്ല രസമായി, നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനി എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിലും ഇത് നല്ല ഭംഗിയായിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ പ്രാവശ്യവും ഞങ്ങളിവിടെ വരുന്നതാണ്. അപ്പോൾ നന്നായിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ നമുക്കിനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റിനിയാണ് ഈ ഒരു ഐഡിയ എടുത്ത് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും സഹായിച്ചവരായിരിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും കാണാനുണ്ട് ഒരുപാട് ഡെക്കറേഷൻ ഐഡിയാസ്. Love you, it's stupid. When I'm alone with you, I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you, I knew this. When I'm with you, I feel so useless. I feel diluted, my heart's been wounded. Silhouettes of you are like ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് നല്ലൊരു ഫ്ലവർ വേസ് മോഡലാണ്. നമ്മൾ ഒരുപാട് ഫ്ലവർ വേസുകൾ ഇതിൽ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വേസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിലെ ഫ്ലവേഴ്സ് പൊടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ റിബൺ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയ ആളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. സോണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വീടെന്ന് പറയുന്നത് കോക്കാടൻ ജോയി ചേട്ടൻ്റെ വീടാണ്. ഇപ്പോൾ ജോയി ചേട്ടൻ നമ്മുടെ ഇടവകയിലെ കേന്ദ്രസമിതി പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകളാണ് സോണിയ. അപ്പോൾ സോണിയയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സോണിയ ഞങ്ങളുടെ ഇടവകക്കാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവക്കക്കാരി തന്നെയാണ്. അപ്പോൾ സോണിയാണ് ഈ ഒരു ഡിസൈൻ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒപ്പം സഹായത്തിന് സോണിയുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം അമ്മച്ചിയും എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കൊടികളും ഈ ഒരു വേസ് ആണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴല്ലേ കണ്ടോ ശരിക്കും നല്ലൊരു ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊടികളാണ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നപ്പോൾ നന്നായിട്ട് നല്ല രസമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വർക്കൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒത്തിരി എഫേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എന്നാലും ക്ഷമയോടുകൂടി ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം പെരുന്നാളിൻ്റെ ആശംസകൾ കേട്ടോ. അപ്പം സോണിയ എനിക്ക് തോന്നുന്നു പാറേക്കാട്ടുകാരി നന്നായി തന്നെ പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ ഇടവകയിലും സമ്മാനമൊക്കെ മേടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഡെക്കറേഷൻ ഐഡിയാസ് ഞങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ആഴ്ച എങ്ങാണ്ട് ഗൾഫിലോട്ട് പോവാണെന്ന്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. പെരുന്നാളാവുമ്പോൾ എന്തായാലും വന്നത് ചെയ്യുന്നതാണ് വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ പെരുന്നാളിന് വേണ്ടി എന്തായാലും സോണിയ വരും എന്നാണ് സോണിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി സോണിയുടെ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൂടെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇടവകയിലെ വികാരിയച്ഛനായിട്ടുള്ള ഡിബിൻ ഐനിക്കലച്ഛനാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു കൊച്ചു ഇടവകയാണ് ഇതെങ്കിൽ കൂടെ വളരെയധികം എന്താ പറയുക എല്ലാവരും ഒരു ഒരുമയോട് കൂടി കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ അച്ഛനെ കുറിച്ച് ഒരുപാട് ഓരാതെയാണ് പറയുന്നത്. അത്രയ്ക്കും ഇവരെ എന്താ പറയുക നീതയിൽ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ തിരുനാളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം നമുക്ക് പറയാനായിട്ട്. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഈ 13-14 തീയതികളിലാണ് ഇവിടെ തേശ്ശേരി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാൾ നടത്തപ്പെടുക. ഒരു കൊച്ചിടവകയാണെങ്കിൽ 175 വീട്ടുകാർ വരുന്ന ഒരു ഇടവകയാണിത്. എന്നാൽ എല്ലാ കാര്യത്തിലും സഹകരിച്ച് ഓരോ കാര്യങ്ങളും ഏറ്റവും മനോഹരമാക്കാൻ പരിശ്രമിക്കുന്ന ഇടവക.
തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വീടുകൾ അലങ്കരിച്ചുകൊണ്ടും പള്ളി അലങ്കരിച്ചുകൊണ്ടും അതോടൊപ്പം തിരുനാൾ ഏറ്റവും മനോഹരമാക്കി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഒത്തൊരുമയുടെയും ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഇടവേള ഓരോ പ്രവൃത്തികളും. തുടർന്നും ഈ ഇടവേള എല്ലാവരുടെയും സഹായം ഉണ്ടാകും പ്രതീക്ഷിക്കുന്നതോടൊപ്പം ഈ ചാനലിന് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this. When I'm with you I feel so useless, I feel diluted, my heart's been wounded. Silhouettes of you are like a taunt, never really know just what you want. With you I don't ever feel calm, I can feel the sweat inside my palms. Play with me like cats and a string, you don't understand the pain it brings. You don't ever wanna give me wings, you don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? 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 But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt, never really know just what you want. With you I don't ever feel calm, I can feel the sweat inside my palms. Play with me like cats and a string, you don't understand the pain it brings. You don't ever wanna give me wings, you don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing, I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer